ഇത് കഴിഞ്ഞില്ലേ? ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാണെന്നും മോശമായിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്ത് ടെസ്റ്റ് ഞങ്ങൾ ഉണ്ടെന്ന് പറയും. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാനൊന്ന് എന്തൊക്കെയോ പറഞ്ഞു. കൺമശി വാണെന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. ഫോണ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. നമ്മളെന്ന് വെച്ചാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ മൊത്തം നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. ഈ രണ്ടു ദിവസം കൂടി നാട് മൊത്തം ഞാൻ മാറി മലരെന്ന് ലോകത്തുള്ള സകല മലയാളികൾ എന്റെ അമ്മയ്ക്ക് ബുദ്ധി വിളിച്ചുകൊണ്ടിരിക്കണം. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആൾക്കാർ എന്നെ എന്റെ പൊന്നു ഒരുമാതിരി നോട്ടൊക്കെ നോക്കണം. ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്ക് ആയി, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. അത് നൂറുപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളൻ ബ്രോഡത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താ ഈ പറയണേ? നമ്മള് രണ്ടുപേരും കൂടിയാ ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കും എന്നോട് എന്തും തുറന്നടിക്കാം, മടിക്കാതെ അടിക്കണം. അപ്പൊ ഇത് മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? ഇത് അതാണോ? കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഒരു ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവരെ നിർത്തി പറയണില്ല. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതെനിക്ക് പറയണമായിരുന്നു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ബ്രോ നന്നായിട്ട് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ. അല്ലോ മേ, ഇത് യൂട്യൂബിൽ വരുമ്പോ ആൾക്കാര് പറയില്ലേ അത് മൈൻഡ് ആക്കിയിരുന്നാ മതി അല്ലേ? ഇവരിപ്പോ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ബ്രോന്റെ അടുത്ത് വന്നിട്ട് അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. അല്ല അപ്പൊ ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. എനിക്ക് ചിലപ്പോ പുതിയൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നേക്കും. എന്ത് വേഷം? സസ്പെൻസ് കളയണ്ട. പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിട്ട് സോൾവ് ചെയ്യാൻ ചെയ്യോ. ഓക്കെ, അത് അവിടെ സോൾവ് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. അയ്യോ, അന്നേരം എന്താ ബ്രോ പറയാൻ നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്? ഉച്ചക്ക് സോൾവ് ആക്കിയെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ തന്തക്ക് വിളി കേട്ടിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ പറഞ്ഞു. എന്തുവാടേ ഇത്? എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. വെച്ചോ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി. നല്ല സ്ഥലമായിരുന്നു.